ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഒരു സ്ഥലം വരെ പോവാണ്, ട്രിവാൻഡ്രം വരെ പോവാണ്. അപ്പം നമുക്ക് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അപ്പം നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. വെളുപ്പിനെ ആയിരുന്നു സമയം. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 6 മണി 7 മണിയൊക്കെ ആയി. എന്നാലും വെളുപ്പിനെ നമ്മൾ റെഡി ആയിരുന്നു. പക്ഷേ ട്രെയിൻ നമുക്ക് സമയത്തായിരുന്നു. അപ്പോൾ നമ്മളിത് വെളുപ്പിന് സ്ഥലം നമ്മളിപ്പോൾ ഇടക്കുളങ്ങര റെയിൽവേ സ്റ്റേഷൻ, ഇടക്കുളങ്ങര കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനാണ്. കരുനാഗപ്പള്ളി അവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോകാൻ പോവാണ്. അങ്ങനെ നമ്മൾ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി ഇവിടെ നിന്ന് ട്രെയിന് നമ്മൾ തിരുവനന്തപുരത്ത് പോകണം. അപ്പം നമ്മൾ മെയിനായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ ഒരാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ട്രെയിനൊക്കെ അങ്ങോട്ട് ട്രെയിൻ പോയി. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ട്രെയിൻ വരുന്നത് നമ്മുടെ ട്രെയിനാണ്. അപ്പോൾ ട്രെയിനിൽ നമ്മൾ പോകാൻ പോവാണ്. നമ്മൾ തിരുവനന്തപുരം പേട്ടയിലായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മളല്ലാതെ ഹോസ്പിറ്റലിലോട്ട് അല്ലാതെ വണ്ടിയിലല്ല അങ്ങനെ വന്നതാണ്. പിന്നെ ഞാനിവിടെ എത്തി എൻ്റെ ഒരാവശ്യത്തിനല്ല, ഞാൻ കൂട്ട് വന്നതാണ്. അപ്പം ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു ആംബുലൻസ് ശ്രദ്ധിച്ചത്. ഈ ആംബുലൻസിൽ ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നോക്കിയപ്പോഴാണ് ഇതിനകത്ത് കുറേ വയസ്സായിട്ടുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. പോലീസും ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ. പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് ഇത് പ്രസൻറ്റിലെ ആംബുലൻസ് ആണെന്ന് കണ്ടത്. അതായത് ഇതിനകത്തുള്ള എല്ലാവരും ജയിൽ പുള്ളികളാണ്. അവരെ ഓരോ അസുഖങ്ങളായിട്ട് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു മെഡിക്കൽ കോളേജിലോട്ട്. എനിക്ക് അത്ഭുതം തോന്നി സത്യം പറഞ്ഞാൽ. എഴുന്നേറ്റ് ഇറങ്ങാൻ പോലും പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അതായത് പിടിച്ച് മറ്റേ ഇരുത്തി കൊണ്ടുവന്ന സാധനത്തിൽ കൊണ്ടുവന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇവരൊക്കെ ജയിൽ പുള്ളികളായിരുന്നല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് അത്ഭുതം തോന്നി. ഞാൻ ഫസ്റ്റ് ടൈമാണ് അത് കണ്ടത്. പിന്നെ നമ്മൾ നേരത്തെ കണ്ടത് ജയിലിൽ നിന്നുള്ള അവർ അവിടെ തിരുവനന്തപുരം സെൻറ്ററിൽ അവിടെ വിൽക്കുന്നുണ്ട്, ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഭയങ്കര കുറച്ച് പൈസയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ആ അവിടെ നിന്നുള്ള ഭക്ഷണമൊക്കെ അങ്ങനെ വണ്ടി കൊണ്ടുവന്ന് അതൊക്കെ ഇങ്ങനെ കണ്ടു. അപ്പം ഞാൻ അത് എടുത്തതാണ് ഫോട്ടോ. പിന്നെ ഇത് നമ്മൾ വേറൊരു വീട്ടിലോട്ട് വരുന്ന സമയത്ത് വേറൊരു സ്ഥലത്ത് കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കയറിയപ്പോൾ അവിടെ ഒരു മാതാവിൻ്റെ കുരിശടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി അവിടെ നമ്മൾ പ്രാർത്ഥിച്ചു. അന്നേരം അതാണിത് കേട്ടോ, ഈ കുരിശടിയാണ്. പിന്നെ അവിടെ ഫ്ലാറ്റൊക്കെ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. ഞാൻ ചുമ്മാ അത് ഫോട്ടോ തന്നെ എടുത്തതാണ്, ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഫ്രണ്ട് കുരിശടിയുടെ അവിടെ മദേഴ്സിൻ്റെ സെൻറ്റർ അതുകൊണ്ട് ഇപ്പുറത്ത് പള്ളിയും എല്ലാം ഉണ്ടായിരുന്നു. ഈ പള്ളിയായിരുന്നു അത്. ഈ പള്ളി കയറി നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോഴാണ് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അതിന് നമ്മൾ ഈ പള്ളിയിൽ കയറി നിന്ന് പ്രാർത്ഥിച്ചു അങ്ങനെയൊക്കെ. അപ്പം ഇത് ഉണ്ണീശോയും കൊണ്ട് നിൽക്കുന്ന മാതാവിൻ്റെ ഒരു രൂപക്കൂട്ടിലുള്ളൊരു ഇതായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടു. എന്നിട്ട് നമ്മൾ തിരിച്ച് ഇത്രയേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. തിരിച്ച് വീട്ടിലോട്ട് പോയപ്പോൾ ഈ ഒരു സാധനം വാങ്ങിച്ചു. ഇത് എന്താണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.